ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫുഡീസ് ഇൻ ടൗൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടത് നമ്മൾ ബാംഗ്ലൂർ ടു രാമേശ്വരം വ്ളോഗായിരുന്നു. പിന്നെ രാമേശ്വരം വന്നതും അമ്പലത്തെ തൊഴുകതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാമേശ്വരം തിരിച്ചു പോവുകയാണ്. പക്ഷേ തിരിച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ ധനുഷ്കോടിയിലൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് വന്നത് ലഞ്ചിന് വേണ്ടി അഹാൻ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ സ്ഥലവും അത്ര നന്നായിരുന്നില്ല, ഫുഡും അത്ര നന്നായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വെജ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പക്ഷേ വെജ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് മഷ്റൂം 65 ആയിരുന്നു. അതിൻ്റെ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ കണ്ടില്ലേ, മഷ്റൂമും കുറച്ച് പപ്പടം ഫ്രൈ ഒക്കെ ചെയ്തിട്ടിട്ട് നല്ലതായിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ നമ്മൾ കഴിച്ച എല്ലാം നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വെജ് കുറുമ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മുടെ വിശപ്പൊക്കെ അങ്ങനെ മാറ്റി. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ രാമേശ്വരം വരികയാണെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബുക്ക് ചെയ്ത് വെച്ച ടാക്സി ചേട്ടൻ അങ്ങോട്ട് വന്നു. നമ്മൾ ഓൾറെഡി ഇത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ധനുഷ്കോടിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ടാക്സി എടുത്ത് ധനുഷ്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ പാമ്പമ്പാലത്തിൻ്റെ തെക്ക് കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ടൗണാണ് കേട്ടോ ഈ ഒരു ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എന്താ പറയുക പ്രകൃതിയും അതുപോലെ തന്നെ കുറച്ചൊരു ഹോണ്ടിങ് ആയിട്ടുള്ളൊരു പ്ലേസും ആയതുകൊണ്ട് തന്നെ ഇതിനെ ഗോസ്റ്റ് ടൗൺ എന്നും ആൾക്കാർ വിളിക്കാറുണ്ട്. 1964 വരെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു ടൗൺ ആയിരുന്നു ഈ ഒരു ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ 1964 ഭയങ്കരമായിട്ടുള്ളൊരു സൈക്ലോൺ ഇവിടെ ആഞ്ഞടിച്ചു. അതോടുകൂടിയിട്ട് ഈ ഒരു നഗരം മൊത്തം പോയി. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്കൂളും മൊത്തം ഫുൾ ജനജീവിതത്തെ തന്നെ ഇത് ബാധിച്ചു എന്ന് പറയില്ലേ, അങ്ങനെയായി ഇവിടെ. ആ ഒരു ചുഴലിക്കാറ്റിൽ നശിച്ചു പോയിട്ടുള്ള ഉപേക്ഷിക്കപ്പെട്ട പള്ളികളും സ്കൂളുകളും വീടുകളും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ രാമേശ്വരം ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്താണ് കേട്ടോ ദൂരമുള്ളൂ ഈ ധനുഷ്കോടിയിലോട്ട്. ഞങ്ങൾക്ക് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് പിടിച്ചു, കാരണം ഞങ്ങൾ പോയത് വീക്കെൻഡിലായതുകൊണ്ട്. പക്ഷെ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അത്. രണ്ട് സൈഡിലും നമ്മളിങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് കാണുന്നത് കടലാണ്. അതുപോലെ തന്നെ നേരെ നോക്കിയാലും നമുക്ക് കടലിൻ്റെ ഒരു ഭാഗം കാണാം. ആ ഒരു സ്കൈയിൻ്റെ കളറ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കുട്ടി കുട്ടി ബീച്ചുകൾ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ അത്. ഹിസ്റ്റോറിക്കൽ റെലവൻസ് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. നമ്മുടെ രാമായണത്തിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ രാമസേതു ആ ഒരു ബ്രിഡ്ജ് വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നത് രാമൻ ബിൽഡ് ചെയ്ത ഒരു ബ്രിഡ്ജാണ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ രാമേശ്വരത്തേക്ക് വരുന്ന എല്ലാ സഞ്ചാരികളും ഇവിടെയും കൂടെ വന്ന സ്ഥലമൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകാറുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുന്ന് ശ്രീലങ്കയിലേക്ക് 30 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ഒരു കടൽ മാർഗം പോകാനൊരു വഴിയില്ല, കാരണം അതൊക്കെ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളും ഒക്കെ കാരണം ആ ഒരു മാർഗ്ഗം അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ധനുഷ്കോടിയുടെ ആ ഒരു എൻഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി കാണിക്കുന്ന ഒരു ഫോട്ടോ ഞാനിവിടെ നെക്സ്റ്റായിട്ട് ആഡ് ചെയ്യാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഫോട്ടോ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിലൂടെ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ഫുഡോ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ, കാരണം ഒരുപാട് സൗകര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നെറ്റ്വർക്കും ഭയങ്കര മോശമാണ്, നെറ്റും നമുക്ക് കോൾ ചെയ്യാനൊന്നും പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആ ബീച്ചും ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് 30 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ശ്രീലങ്ക. അപ്പോൾ അങ്ങോട്ട് 30 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ പോകാനും ഒന്നും പറ്റില്ല, കാരണം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഇതാണത്. പക്ഷെ പണ്ടൊക്കെ ഇഷ്ടംപോലെ മറ്റേ ട്രേഡിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കപ്പൽ മാർഗ്ഗമൊക്കെ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എന്തൊക്കെയൊക്കെ പൊളിറ്റിക്കൽ റീസൺസും കൊണ്ടും എന്തൊക്കെയൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിന് നമ്മൾ ഗേറ്റ് വേ ടു ശ്രീലങ്ക എന്നും കൂടെ വിളിക്കപ്പെടുന്നുണ്ട് കേട്ടോ. എത്ര പേരാണല്ലോ ഒരു സ്ഥലത്തിന് തന്നെ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 2 കടലുകൾ കാണാൻ പറ്റും. ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ ഒരു ഡ്രീം സ്പോട്ടാണ് കേട്ടോ അത്. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
അതുപോലെ തന്നെ ഇവിടുന്ന് ശ്രീലങ്കനെ വരെ കണക്ട് ചെയ്യുന്ന ഒരു പാലം ഉണ്ട് കേട്ടോ ഈ ഒരു കടലിനടിയിൽ കൂടെ. രാമായണത്തിൽ വിശ്വസിക്കപ്പെടുന്നത് സീതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാമൻ ബിൽഡ് ചെയ്ത ഒരു പാലമാണെന്നാണ്. പക്ഷെ നമ്മുടെ ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് കടലിനടിയിലൂടെ നാച്ചുറലി ഫോം ചെയ്തൊരു പാലം എന്നാണ്. 48 കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു പാലം ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിനെ വരെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ധനുഷ്കോടി ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് പിടിയില്ല. പിന്നെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിനെ പോലെ ഇവിടെയും വേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ആകെ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആ ബീച്ചിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളിതാ ഇപ്പോൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, കാരണം നമുക്ക് ഇന്ന് രാത്രി ട്രെയിനാണ് തിരിച്ച് ബാംഗ്ലൂരിലോട്ട്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടിയില്ല. നമുക്കിനി പോയി ഫുഡ് കഴിച്ചിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലെത്താൻ. അതുകൊണ്ട് നമ്മളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു വ്യൂ കണ്ടുകൊണ്ടാണ് കേട്ടോ പോയത്. കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് തന്നെ ഇത്ര ഭംഗിയാണെങ്കിൽ ആ ഒരു ധനുഷ്കോടി ആ ഒരു പോയിന്റിൽ നിന്ന് കാണുമ്പോൾ എന്തായിരിക്കുമല്ലേ രസം. സാരില്ല, ഇനി അടുത്ത വരവിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് കേട്ടോ രാമേശ്വരം. അദ്ദേഹം ജനിച്ച വീടും പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മെമ്മോറിയലും എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള സമയവും ആ ഒരു സാഹചര്യമൊന്നും കിട്ടിയില്ല. പക്ഷേ നമ്മളിനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും അത് കവർ ചെയ്യും. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാക്കി വെക്കണമല്ലോ, കാരണം പിന്നെ നമുക്ക് തിരിച്ച് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഈ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ വൈകുന്നേരം 5 മണി വരെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 5 മണിയുടെ ഉള്ളിൽ അവിടെ എത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോവാതിരുന്നത്, നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. നമ്മളിതാ ഇപ്പോൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു പാമ്പൻ പാലത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം രാത്രി ആവാറായതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ പുറത്തിറങ്ങി ഈ പാലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അധികം സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇറങ്ങി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഈ ഒരു സമയത്ത് കാണാൻ. നമ്മളിത് അങ്ങനെ രാമേശ്വരത്തിനോട് വിട പറഞ്ഞ് നമ്മൾ രാമനാഥപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിനിടയിൽ കാർ നിർത്തിയിട്ട് ഡിന്നർ കഴിച്ചായിരുന്നു കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇതാ രാത്രി 9:45 കേട്ടോ നമുക്ക് തിരിച്ച് ബാനസവാടിക്കുള്ള ട്രെയിൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ബാംഗ്ലൂർ ടു രാമേശ്വരം ആ ഒരു യാത്ര. ഞാൻ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇനിയും എന്തെങ്കിലും ഇൻഫർമേഷൻ ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.